പോരെ 2027 ആദ്യ മാസങ്ങളിൽ ഇലക്ഷൻ നടക്കുവാൻ സാധ്യതയുള്ള പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനം അത് കോൺഗ്രസ് പിടിക്കുമെന്ന രീതിയിൽ രാഷ്ട്രീയ നിഗമനങ്ങൾ പുറത്തുവരികയാണ്. മിക്ക ഉത്തരേന്ത്യൻ ചാനലുകളും പഞ്ചാബിലെ പ്രാദേശിക മാധ്യമങ്ങളും അവർ ഇലക്ഷൻ അനാലിസും എക്സിറ്റ് പോളുകളും ഒക്കെ തയ്യാറാക്കുമ്പോൾ പഞ്ചാബ് കോൺഗ്രസ് തിരികെ പിടിക്കുമെന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുകയാണ്. 71 മുതൽ 81 സീറ്റുകൾ വരെ കോൺഗ്രസ് നേടും. 50-40 സീറ്റുകൾ AAP ആം ആദ്മി പാർട്ടി നേടും എന്ന ഒരു രാഷ്ട്രീയ നിഗമനമാണിപ്പോൾ പഞ്ചാബിൽ നിന്ന് ലഭിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അഞ്ചാമതൊരു സ്റ്റേറ്റ്, ഇപ്പോൾ 4 സ്റ്റേറ്റുകളിലാണ് കോൺഗ്രസിൻ്റെ ഭരണമുള്ളത്, അഞ്ചാമതൊരു സംസ്ഥാനത്ത് കൂടി കോൺഗ്രസിൻ്റെ ഭരണം നിലവിൽ വരുമെന്ന രീതിയിലാണ് വിശകലനങ്ങളൊക്കെയും പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് വഴി നടത്തുന്ന സംവാദത്തിൽ ആക്സ്മി എനിത്തിങ് എന്ന പേരിൽ ഒരു സംവാദം അദ്ദേഹം തൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് വഴി നടത്താറുണ്ട്. ഇന്ത്യയിലെ ഏജൻസികളും മറ്റു ആളുകളുമായിട്ടൊക്കെ സംവദിക്കുന്നതിന് അതിൽ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട BJP നേതാവ് ആരാണെന്ന്. അതിന് അദ്ദേഹം പറഞ്ഞത് ക്യാപ്റ്റൻ അമരീന്ദർ എന്നാണ്. ക്യാപ്റ്റൻ അമരീന്ദർ എന്ന് പറയുമ്പോൾ അദ്ദേഹം പഞ്ചാബിൽ നേരത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. പിന്നീട് നവജോത് സിംഗും അതുപോലെ ചരൺ സിംഗ് ചന്നി പിന്നീട് പഞ്ചാബിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായ വ്യക്തിയും ഒക്കെ ഒരുക്കിയ ഗ്രൂപ്പ് കെണിയിൽപ്പെട്ട് അധികാരം നഷ്ടപ്പെട്ട ആളാണ് അമരീന്ദർ സിംഗ്. ഒരുപക്ഷെ അമരീന്ദർ സിംഗിൻ്റെ നേതൃത്വത്തിലായിരുന്നു കോൺഗ്രസ് 2022 തിരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിൽ കോൺഗ്രസ് വിജയത്തിൽ എത്തുമായിരുന്നു എന്ന ചില വിശകലനങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും പിന്നീട് അമരീന്ദർ സിംഗ് കോൺഗ്രസുമായി പിണങ്ങി പഞ്ചാബ് ലോക് കോൺഗ്രസ് എന്നൊരു പാർട്ടി രൂപീകരിച്ചു. അതിനുശേഷം ആ പാർട്ടിയും ഗതി പിടിക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ BJP ലയിപ്പിച്ചു. BJPയിൽ അദ്ദേഹത്തിന് കോൺഗ്രസിൽ ലഭിച്ചതുപോലെ പരിഗണന ലഭിച്ചില്ല എന്ന ഒരു പരാതി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾക്കുമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇങ്ങനെ ഒരു പ്രസ്താവന തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കൂടി ഉണ്ടാകുന്നതെന്ന് പറയുന്നു. അതായത് വളരെ കണ്ണിങ് ആയിട്ട് അമരീന്ദർ സിംഗിനെ പാർട്ടിയിലെത്തിക്കാനുള്ള നീക്കങ്ങളാണ് രാഹുൽ ഗാന്ധി നടക്കുന്നത്. അതുകൊണ്ടാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട BJP നേതാവ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആണ് എന്ന് പറയുന്നത്. അവസാനം അദ്ദേഹം ആ സംവാദം അവസാനിപ്പിക്കുന്നത് ഹലോ അങ്കിൾ അമരീന്ദർ എന്ന് അമരീന്ദർ സിംഗിനെ സംബോധന ചെയ്തുകൊണ്ടാണ്. അതായത് അമരീന്ദർ സിംഗ് ഉടനെ കോൺഗ്രസിലെത്തുന്നതിനുള്ള സാധ്യതകൾ പഞ്ചാബിൽ തെളിഞ്ഞു കാണുന്നു. അതിൻ്റെ ഒരു കരുത്തിൽ കോൺഗ്രസ് 2027 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബ് തിരികെ പിടിക്കും എന്ന രാഷ്ട്രീയ നിഗമനങ്ങൾ തന്നെയാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഗമനമായി പുറത്തു വരുന്നത് പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി ഭരണം അത് അവിടുത്തെ ജനങ്ങൾക്ക് മടുത്തു തുടങ്ങിയെന്നാണ്. നമുക്കറിയാവുന്ന പോലെ പഞ്ചാബിൽ സിഖ് ജനവിഭാഗമാണ് അധികമുള്ളത്. അവരൊരു BJP വിരുദ്ധ മനോഭാവം വെച്ച് പുലർത്തുന്ന ആളുകളാണ്. കോൺഗ്രസിന് ചില അപചയങ്ങൾ സംഭവിച്ചപ്പോൾ BJPയെ തിരഞ്ഞെടുക്കുവാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ AAPയെ തിരഞ്ഞെടുത്തത്. പക്ഷേ AAPയുടെ ആകെയുള്ള 7 രാജ്യസഭാ MP-മാരിൽ 6 പേരും BJPയിലോട്ട് കൂറുമാറിയിരുന്നു. അതൊക്കെ സിഖ് സമുദായത്തിനിടയിൽ വലിയ അസഹിഷ്ണുത AAPക്കെതിരെ ഉടലെടുത്തിട്ടുണ്ട്. അത് കൊണ്ട് അവർ തിരിച്ച് കോൺഗ്രസ്സിലെ പുൽകും എന്ന രീതിയിലുള്ള രാഷ്ട്രീയ നിഗമനങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയ അട്ടിമറികളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിൻ്റെ നേതൃത്വത്തിൽ തന്നെ കോൺഗ്രസ് ഒരിക്കൽ കൂടി പഞ്ചാബിൽ അധികാരത്തിൽ എത്തും എന്ന രീതിയിലാണ് രാഷ്ട്രീയ നിഗമനങ്ങൾ പുറത്തു വരുന്നത്. അവസാന നടന്ന 2022 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം നേടിയാണ് AAP അധികാരത്തിലെത്തിയത്. ആകെയുള്ള 140 സീറ്റിൽ 117 സീറ്റോളം അവർ നേടിയിരുന്നു. 18 സീറ്റോളം മാത്രമാണ് കോൺഗ്രസ്സിന് നേടുവാൻ കഴിഞ്ഞത് എന്ന ഒരു പ്രത്യേകതയുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തന്നെ 2024 ലോക്സഭാ ഇലക്ഷനിൽ തന്നെ കോൺഗ്രസ് തിരിച്ചുവരവിൻ്റെ ഒരു സിമ്പൽ നൽകിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. ആദ്യമുള്ള 14 സീറ്റിൽ 7 സീറ്റും കോൺഗ്രസ് പിടിച്ചിരുന്നു. 3 സീറ്റ് മാത്രമാണ് ആം ആദ്മിക്ക് നേടുവാൻ കഴിഞ്ഞത്. 2 സീറ്റ് അകാലിദൾ എന്ന് പറയുന്ന നേരത്തെ പഞ്ചാബ് ഭരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം നേടിയിരുന്നു. അകാലിദൾ പഞ്ചാബിനെ സംബന്ധിച്ച് അത് അസ്തമിച്ചു തുടങ്ങുന്ന ഒരു പാർട്ടിയാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ AAPയും കോൺഗ്രസും തമ്മിലാണ് പഞ്ചാബിൻ്റെ ഒരു മത്സരം നടക്കുന്നത് എന്ന ഒരു പ്രത്യേകതയുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ കർണാടക, തെലങ്കാന, കേരളം, ഹിമാചൽ പ്രദേശ് എന്നിവയാണ്. അതായത് 3 സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും പിന്നെ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന ഏക നോർത്ത് ഇന്ത്യൻ സംസ്ഥാനത്തിലുമാണ് കോൺഗ്രസ് ഭരിക്കുന്നത്. കോൺഗ്രസ് ഏകദേശം ഒരു ദക്ഷിണ ഇന്ത്യയുടെ പാർട്ടിയായി മാറിക്കഴിഞ്ഞു. പഞ്ചാബ് കൂടി പിടിച്ചെടുക്കുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഒരു ബലം വർദ്ധിപ്പിക്കാമെന്ന ഒരു നിഗമനം കോൺഗ്രസ് നടത്തുന്നുണ്ട്. പിന്നെ കോൺഗ്രസ് ഘടകകക്ഷികളുമായി ചേർന്ന് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാലും ജാർഖണ്ഡ്, തമിഴ്നാട്, ജമ്മു കാശ്മീരാണ്. അതിലും തമിഴ്നാട് എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യൻ സംസ്ഥാനം ഉൾപ്പെടുന്നുണ്ട്. കോൺഗ്രസ് ഒരു സൗത്ത് ഇന്ത്യൻ പാർട്ടി എന്ന രീതിയിലേക്ക് ചുരുങ്ങുന്നത് അങ്ങനെ ഒരു ആരോപണം നേരിടുന്ന തടയുവാൻ കോൺഗ്രസിൻ്റെ ഒരു വിജയം അത് അനിവാര്യമാണ് എന്ന രീതിയിലുള്ള
ചില രാഷ്ട്രീയ നിഗമനങ്ങൾ തന്നെയാണ് പുറത്തുവിടുന്നത്. AAPയെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ സംസ്ഥാനത്തെ ജനത, പഞ്ചാബിലെ ജനത തള്ളിക്കളയുന്നു എന്ന പ്രത്യേകതയുണ്ട്. അവിടെ ഭരിക്കുന്നത് ഭഗത് മാൻ ആണ്. അദ്ദേഹം AAP മുഖ്യമന്ത്രി. അദ്ദേഹം മിക്കപ്പോഴും നിയമസഭയിൽ മദ്യപിച്ചു കൊണ്ടുവരുന്നു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അദ്ദേഹവും AAPയുടെ ചില MLA-മാരുമൊക്കെ മദ്യപിച്ചുകൊണ്ട് നിയമസഭയുടെ പരിപാവനതയെ കളങ്കപ്പെടുത്തുന്നു എന്ന രീതിയിലുള്ള ആരോപണം കോൺഗ്രസും BJPയും അകാലിദളും ഒക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ആൽക്കഹോൾ ടെസ്റ്റ് നടത്തുവാൻ സ്പീക്കർ വിസമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം മിക്കപ്പോഴും ഈ ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. പക്ഷേ നിരന്തരം അദ്ദേഹം മദ്യപിച്ചുകൊണ്ടാണ് വരുന്നതെന്ന് പറയുന്നു. പ്രത്യേകിച്ചും പഞ്ചാബ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിടിയിലകപ്പെട്ട ഒരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിനെ പുനർനിർമ്മിക്കുവാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസും അതുപോലെ മറ്റു പുരോഗമന പ്രസ്ഥാനങ്ങളും ഏറ്റെടുത്ത് നടക്കുമ്പോൾ AAPയെ പോലെ പുരോഗമനവാദം പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ മദ്യപിച്ചു വരുന്നു എന്നത് AAPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന രാഷ്ട്രീയ നിഗമനം തന്നെയാണ് പുറത്തു വരുന്നത്. അതും കോൺഗ്രസിന് മുതൽക്കൂട്ടാകും. എന്തായാലും ഈ AAPക്കെതിരെയുള്ള വിരുദ്ധ വികാരവും ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിൻ്റെ തിരിച്ചുവരവും ഒക്കെ കോൺഗ്രസ് അത് മുതലെടുക്കും എന്നു തന്നെയാണ് രാഷ്ട്രീയ നിഗമനങ്ങളൊക്കെ വരുന്നത്. കോൺഗ്രസ് മറ്റൊരു സ്റ്റേറ്റിൽ കൂടി അധികാരം പിടിച്ചെടുക്കുവാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്ന ഒരു രാഷ്ട്രീയ നിഗമനം തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു പ്രത്യേകത. കോൺഗ്രസ് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി കുറച്ചുകൂടി ആക്റ്റീവായി തുടങ്ങുന്ന സമയങ്ങളാണിത്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ആസ്ക് മീ എനിത്തിങ് എന്ന ഒരു പ്രോഗ്രാം വഴി അദ്ദേഹം ജൻസികളുമായിട്ട് സംവദിക്കുന്നുണ്ട്. യുവാക്കളുടെ ഇടയിലേക്ക് കോൺഗ്രസ് കൂടുതൽ കാര്യക്ഷമമായി ഇറങ്ങി വരുന്നു എന്ന ഒരു ചർച്ചയും നടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം. കോൺഗ്രസ് ഒരുപക്ഷെ ജൻസികളെ ലക്ഷ്യം വെക്കുന്നത് BJPയെ സംബന്ധിച്ച് തിരിച്ചടിയാകും. ഏകദേശം 17 തൊട്ട് 29 വയസ്സുവരെയുള്ള ആളുകൾ, യുവാക്കൾ, അവരുടെ ശതമാനം ഇന്ത്യയിൽ കൂടുതലാണ്. അവരെ ലക്ഷ്യം വെച്ചിട്ടുള്ള നീക്കങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പ്രത്യേകിച്ചും അവരുടെയൊക്കെ ഒരു അഭിപ്രായം രാഹുൽ ഗാന്ധി കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആണ്, അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാകും എന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന രീതിയിലേക്ക് വരികയാണ്. പഞ്ചാബും ഒരു എഡ്യൂക്കേറ്റഡ് സ്റ്റേറ്റാണ്, അതിൻ്റെ ഒരു പ്രതിഫലനം അവിടെ ഉണ്ടാകും എന്ന വിശകലനങ്ങൾ വരികയാണ്. ഡൽഹിയുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന രീതിയിൽ അവിടെ ഈ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട പ്രതിഫലനങ്ങളൊക്കെ ഉണ്ടാകും എന്ന വിശകലനം വരുന്നുണ്ട്. നേരത്തെ കർഷക സമരത്തിൻ്റെയും ഒക്കെ ഒരു പ്രതിധ്വനി ഉണ്ടായ സ്റ്റേറ്റാണ് പഞ്ചാബ്. മാത്രമല്ല അവിടെ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടത് നവജോത് സിംഗ് സിദ്ധുവും പിന്നെ ചരൺ സിംഗ് ചന്നി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പിന്നീട് അമരീന്ദർ സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി പകരമായി മുഖ്യമന്ത്രിയായ വ്യക്തിയുമൊക്കെ ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പ് കോലാഹലത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ കോൺഗ്രസിന് അധികാരം നഷ്ടമായത്. അമരീന്ദർ സിംഗിനെ പോലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ ഒരു മുഖ്യമന്ത്രിയെ അധികാരത്തിൽ നിന്ന് മാറ്റി മറ്റൊരാളെ പ്രതിഷ്ഠിച്ചത് കോൺഗ്രസിന് ആ സംസ്ഥാനം തിരിച്ചടിയായിട്ടുണ്ട്. അമരീന്ദർ സിംഗിൻ്റെ തിരിച്ചുവരവ് കോൺഗ്രസിന് പഞ്ചാബിൽ കരുത്തേകും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന രീതിയിലുള്ള രാഷ്ട്രീയ നിഗമനങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും പഞ്ചാബിലെ മാധ്യമങ്ങൾ ഒക്കെയും എക്സിറ്റ് പോളുകൾ പുറത്തുവിടുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് പ്രവചിക്കുന്നു എന്നത് തന്നെയാണ് വസ്തുത. പക്ഷേ AAPക്ക് വലിയ സീറ്റുകൾ നഷ്ടപ്പെടുന്നില്ല. 40-50 സീറ്റുകൾ, ഇപ്പോൾ 117 സീറ്റുള്ളത് പകുതിയിലധികമായി കുറയുമെങ്കിൽ പോലും അവർക്ക് നിയമസഭയിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകില്ല. പക്ഷേ അവർ പഴയ BJP സഖ്യകക്ഷിയായിരുന്ന അകാലിദൾ വീണടിയും പഞ്ചാബിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ എന്ന ചിത്രം തന്നെയാണ് മാധ്യമങ്ങൾ നൽകുന്നത്. ഒപ്പം BJPക്കും വലിയ തിരിച്ചടികളുണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്.